ഹലോ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപ് എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ച സംശയം എന്താണെന്ന് വെച്ചാൽ സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ. അതായത് ചില സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് അവർക്ക് സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നീറ്റിന് അത് ബാധകമാണോ എന്നുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പോൾ അന്നും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് സ്കൂളിൽ ഏത് സിലബസ് ആയിക്കോട്ടെ, സിലബസ് അവർക്ക് റെഡ്യൂസ് ചെയ്താലും NBE വെബ്സൈറ്റിൽ അവർ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, നീറ്റിൻ്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഒരു സർക്കുലർ അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകൾ വന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ വേറെ ആര് പറഞ്ഞാലും നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇടയ്ക്ക് ഇവല്യൂഷൻ്റെ ചാപ്റ്ററിൽ വരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവരെയായിട്ടും ഈ നിമിഷം വരെ ഇപ്പോൾ NMC എന്നാണ് എനിക്ക് വായിൽ വരുന്നത്, പണ്ടത്തെ ആൾക്കാരാണ്. ഓക്കെ, NBE എന്ന് പറയുന്നത് ഗ്രൂപ്പ്, അതായത് നീറ്റ് നടത്തുന്ന ആൾക്കാർ, ബോർഡ്. NBE എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ സിലബസിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ചാപ്റ്റർ പോലും അവർ കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല. ലാസ്റ്റ് ടൈം, അതായത് കഴിഞ്ഞ തവണ നീറ്റ് എഴുതിയപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ ഉണ്ടായിരുന്നോ ആ എല്ലാ ചാപ്റ്റേഴ്സും ഇത്തവണത്തെ നീറ്റിനുമുണ്ട്. സിലബസിന് ഒരു റിഡക്ഷനും ഇല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. സിലബസിൽ ഒരു റിഡക്ഷനും ഇല്ല, ഒരു ചാപ്റ്റർ പോലും അവർ ഒഴിവാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന ഏതൊക്കെ ചാപ്റ്റർ തന്നെയാണോ അതൊക്കെ തന്നെയാണ് ഇത്തവണത്തെ എക്സാമിനുള്ളത്. ദയവ് ചെയ്ത് മാറ്റിയോ മാറ്റിയില്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിലുള്ളത് വെറും 2 മാസമാണ്. നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ 2 മാസം കൊണ്ട് ഒരു മലയെടുത്ത് ഉയർത്താൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റും. ഓക്കെ, അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ബേസിസിലായിരിക്കും അത് പറ്റുന്നത്. വെറുതെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാതെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പം അറിഞ്ഞല്ലോ സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടില്ല, ഇനി അതേപ്പറ്റി ആലോചിക്കേ വേണ്ട. ഓക്കെ, അപ്പം ഇനി പഠിച്ചുകൊള്ളുക, നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ MCQs ചെയ്യുക, നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ ചെയ്യുക. ഇനി മനസ്സിൽ ഇക്കാര്യം മാത്രമേ പാടുള്ളൂ, ഏത് സിലബസ് അല്ല, നമ്മൾ പഠിക്കേണ്ട കാര്യം മാത്രമേ പാടുള്ളൂ. ഇനി വേറൊന്നും നിങ്ങളുടെ കയ്യിലില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാനതിന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ബൈ.